ഇന്ന് ജാനുവരി 1. ഇന്നിൻ്റെ ഇന്നലെയുടെ ചരിത്രം തേടി പോകുമ്പോൾ ഓർത്തെടുക്കുവാൻ കഴിയുന്നത് അമേരിക്കൻ ഐക്യനാടുകളിൽ നിലനിന്നിരുന്ന അടിമക്കച്ചവടമെന്ന മാരക അസമത്വത്തിൻ്റെ വിരാമത്തെക്കുറിച്ചാണ്. ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യന് വാങ്ങുവാനോ വിൽക്കുവാനോ കഴിയുന്ന വിൽപ്പന ചരക്കാക്കി കണ്ടിരുന്ന ഒരു ചരിത്ര കാലഘട്ടമുണ്ടായിരുന്നു അമേരിക്കയ്ക്ക്. തെക്കേ അമേരിക്കയുടെ മണ്ണിൽ കൂടുതലായി നിലനിന്നിരുന്ന ഈ മനുഷ്യക്രയ വിക്രയ സമ്പ്രദായത്തെ അടിമ കച്ചവടമെന്നാണ് വിളിച്ചിരുന്നത്. അമേരിക്കയുടെ മണ്ണിൽ നിലനിന്നിരുന്ന ഈ മനുഷ്യ കൈമാറ്റങ്ങൾക്ക് നിയമപരമായ സ്ഥാപനങ്ങൾ പോലും തുറന്നു വയ്ക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് സത്യം. 1772 അമേരിക്കയുടെ രൂപീകരണം മുതൽ അമേരിക്കൻ ആഭ്യന്തര കലാപ കാലഘട്ടം വരെ ഈ വ്യവസ്ഥ അമേരിക്കയുടെ മണ്ണിൽ നിലനിന്നിരുന്നു. ഒരു മനുഷ്യന്റെ എല്ലാ മൗലിക അവകാശങ്ങളെയും മൗലിക സ്വാതന്ത്ര്യങ്ങളെയും വികാര വിചാരങ്ങളെയും എല്ലാം നിഷേധിച്ച ഈ പ്രവണതയ്ക്ക് അന്ത്യം കുറിച്ചത് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന എബ്രഹാം ലിങ്കൺ ആയിരുന്നു. 1861-65 അമേരിക്കൻ ആഭ്യന്തര കലാപ കാലഘട്ടത്തിൽ 1863 ജാനുവരി 1 വിമോചന പ്രഖ്യാപനം നടത്തി അമേരിക്കയിലെ അടിമക്കച്ചവട സമ്പ്രദായത്തെ നിയമം മൂലം നിരോധിക്കുന്നതായി എബ്രഹാം ലിങ്കൺ പ്രഖ്യാപിച്ചു. ചരിത്രപരമായ മാറ്റത്തിന്റെ ഈ പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുന്നത് ഇങ്ങനെയായിരുന്നു: പ്രിയരെ, ഒരു അടിമയായിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുപോലെ ഒരു യജമാനായിരിക്കുവാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല. 1863 ജാനുവരി 1 അദ്ദേഹം നടത്തിയ അതിപ്രസിദ്ധമായ ഈ പ്രഖ്യാപനം ഇന്നിൻ്റെ ഇന്നലെയുടെ ചരിത്രത്തെ പ്രിയങ്കരമാക്കുന്നു.